റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മുമ്പുള്ള ഉമ്മകളെ പരിശോധിച്ച രൂപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ശൈലി കേൾക്കുക. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബലിക, മുമ്പ് കഴിഞ്ഞു പോയതായ സമൂഹങ്ങളിലേക്ക് നാം മുർസലുകളെ അയച്ചു കൊടുത്തു. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതളറഊൻ. പക്ഷേ ആ മുർസലുകൾ ചെന്നതായ നാടുകളിലെല്ലാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാതിരുന്നപ്പോൾ അള്ളാഹു പറയുന്നു അവരെ നാം പല പല പ്രയാസങ്ങളെ കൊണ്ട് പരിശോധിക്കുകയുണ്ടായി. പല പല പ്രയാസങ്ങൾ, അക്കൂട്ടത്തിൽ പകർച്ചവ്യാധി ഉണ്ടായിരിക്കാം, ഭൂകമ്പമുണ്ടായിരിക്കാം, വെള്ളപ്പൊക്കമുണ്ടായിരിക്കാം, അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ പല കാലഘട്ടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെന്നോണം ഇറക്കാറുണ്ടായിരുന്നു. എന്നിട്ടോ ലഅല്ലഹും യതളറഊൻ, പക്ഷേ അള്ളാഹുവിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അവർ മടങ്ങട്ടെ, അള്ളാഹുവിലേക്ക് മടങ്ങട്ടെ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കട്ടെ, അള്ളാഹുവിന് കീഴടങ്ങട്ടെ, അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ മനസ്സിലാക്കട്ടെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമത്തം അംഗീകരിക്കട്ടെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അത് അള്ളാഹു ചെയ്തിരുന്നത്. ഫലൗല ഇദ് ജാഅഹും ബഅസുന, അള്ളാഹ് ചോദിക്കുന്നു നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള പരീക്ഷണം അവരിലേക്ക് ചെന്നപ്പോൾ, അവരിലേക്ക് എത്തിയപ്പോൾ, ഫലൗല ഇദ് ജാഅഹും ബഅസുന, ആ അപകടം വരുന്ന സന്ദർഭത്തിൽ അവരെന്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങിയില്ല, അവരെന്തുകൊണ്ട് കേണപ്പഴിച്ചില്ല, അവരെന്തുകൊണ്ട് പാശ്ചാത്തപിച്ചില്ല, അവരെന്തുകൊണ്ട് കുറ്റം സമ്മതിച്ചില്ല? വലാകിൻ ഖസത്ത് ഖുലൂബുഹും, സംഭവിച്ചത് നേരെ വിപരീതമാണ്. അവരുടെ ഹൃദയം വളരെ കടുകട്ടിയുള്ള ഹൃദയമായി മാറി. ഫസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധിക്കാര മനസ്ഥിതിയും ക്രൂരകൃത്യങ്ങളും അത് നല്ലതാക്കി പിശാച് അവർ കാണിച്ചു കൊടുത്തു. അവരതിൽ തന്നെ തുടരുകയും ചെയ്തു. പറയും പോലെ റബ്ബ് അവർ ആ പരീക്ഷണത്തിലൂടെ അവർ പഠിക്കേണ്ട പാഠം പഠിച്ചില്ല, അള്ളാഹ് ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല എന്ന്. ഈ സംഭവം എന്തിനാണ് അള്ളാഹു ഖുർആനിലൂടെ നമ്മോടോതുന്നത്? നമുക്ക് അങ്ങനെയുള്ളതായ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അവർ കാട്ടിയതുപോലെ കാട്ടാതിരിക്കാനും, ഹൃദയം മരവിച്ച ഹൃദയമായി മാറാതിരിക്കുവാനും, അള്ളാഹുലേക്ക് നാം മടങ്ങുന്നവരായി മാറാനും വേണ്ടിയാണ് എന്നത് നാം മനസ്സിലാക്കണം. നോക്കുക, നമുക്ക് അള്ളാഹു നൽകിയതായ ഇപ്പോൾ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ പ്രയാസത്തിൻ്റെ കട്ടി എത്രമാത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഖേദിക്കാനും ദുഃഖിക്കാനും, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതൊക്കെ മനസ്സിലാക്കാനുള്ള സന്മനസ്സ് നമുക്കുണ്ടാവുകയുള്ളൂ.